ഹലോ ഡിയർ ഫ്രണ്ട്സ്, സാവി അക്കാഡമിയുടെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഭാരതീയ ന്യായ സംഹിത 2023 ഒരു ക്ലാസ് ആരംഭിക്കുകയാണ്. അതിൻ്റെ ഒരു ഇൻട്രൊഡക്ടറി ക്ലാസ് ആണ് ഇന്നേ ദിവസം. 2023 ഇന്ത്യൻ പാർലമെന്റ് 3 പ്രധാനപ്പെട്ട ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കുകയുണ്ടായി. ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷ്യ അധീനിയം 2023. 1/7/2024 പ്രസ്തുത നിയമങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് കേന്ദ്ര സർക്കാർ നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായി. അതോടെ ഇന്ത്യയിൽ നിലവിലിരുന്ന ഇന്ത്യൻ പീനൽ കോഡും അതുപോലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡും ഇന്ത്യൻ എവിഡൻസ് ആക്റ്റും റദ്ദാകുകയുണ്ടായി. നമ്മൾ ഇന്നിപ്പോൾ ഭാരതീയ ന്യായ സംഹിതയുടെ ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. അത് ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് വെച്ചാൽ ക്രിമിനൽ കോടതിയിലെ ഉദ്യോഗസ്ഥന്മാർ, അതുപോലെ തന്നെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെ ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റ് എഴുതുന്ന ഉദ്യോഗസ്ഥന്മാർ, പോലീസ് എക്സൈസ് ഓഫീഷ്യൽസ്, കേരള PSCയുടെ സബ് ഇൻസ്പെക്ടർ പരീക്ഷകൾ, സിവിൽ പോലീസ് ഓഫീസർ, WCPO പരീക്ഷകൾ എഴുതുന്നവർ, കേരള ഹൈക്കോടതി നടത്തുന്ന മത്സര പരീക്ഷകൾ എഴുതുന്നവർ, മറ്റ് ലോ ബിരുദം യോഗ്യതയായിട്ടുള്ള മറ്റ് മത്സര പരീക്ഷകൾ എഴുതുന്നവർ, അതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിതയെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന മറ്റുള്ള ഏവർക്കും തന്നെയും ഈ ക്ലാസ്സുകൾ പ്രയോജനപ്രദമായിരിക്കുമെന്നാണ് ഞാൻ ആശിക്കുന്നത്. ഈ ക്ലാസ്സുകൾ വിശദീകരിക്കുമ്പോൾ എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുകൾ കടന്നുകൂടുന്നെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്നൊരു അപേക്ഷയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാരതീയ ന്യായ സംഹിത 2023 ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് 2023 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ള ആ 3 നിയമങ്ങൾ ഏതൊക്കെയാണ് അതൊന്ന് പരിചയപ്പെടാം ആദ്യമായിട്ട്. അപ്പോൾ ഞാൻ ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഡോക്യുമെന്റ് ഷെയർ ചെയ്യാം. ഒരു സെക്കൻഡ്, ഡോക്യുമെന്റ് ഒന്ന് ഷെയർ ചെയ്തോട്ടെ. യെസ്, എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടല്ലോ. 2023 പ്രധാനപ്പെട്ട 3 മേജർ നിയമങ്ങളാണ് പാർലമെന്റ് പാസ്സാക്കിയിട്ടുള്ളത്. ക്രിമിനൽ മേജർ ആക്ട്സ് 2023 ഒന്ന് ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത 2023, ഭാരതീയ ന്യായ സംഹിത, ഭാരതീയ നീതി നിയമമാണത് 2023. ഷോർട്ട് ഫോം BNS 2023 അറിയപ്പെടും. നമ്മൾ ഷോർട്ട് ഫോമിൽ ഏതാണ് ഷോർട്ട് ഫോം? അതിന്റെ BNS 2023 അറിയപ്പെടും. അത് 2023 45-ാം നമ്പർ നിയമമാണ്. ഈ നിയമം പാസ്സാക്കുക വഴി 1860 ഇന്ത്യയിൽ നിലവിൽ വന്ന ഇന്ത്യൻ പീനൽ കോഡ്, അതായത് 162 വർഷം പഴക്കമുള്ള ഇന്ത്യൻ പീനൽ കോഡ് 1/7/2024 മുതൽ റിപ്പീൽ ചെയ്യുകയുണ്ടായി, റദ്ദാകുകയുണ്ടായി. അപ്പോൾ 2023 പാർലമെന്റ് പാസ്സാക്കിയ പ്രധാനപ്പെട്ട 3 നിയമങ്ങൾ ഒന്നാമത്തത് ഭാരതീയ ന്യായ സംഹിതയാണ്. അത് BNS 2023 അറിയപ്പെടും. ബൈ സെക്ഷൻ 358, അതിലെ 358ാമത്തെ സെക്ഷൻ പ്രകാരം ഇന്ത്യൻ പീനൽ കോഡ് 1860 റദ്ദായതായി പറയുന്നുണ്ട്. രണ്ടാമത്തെ നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയാണ്. നാഗരിക് എന്ന് പറഞ്ഞാൽ സിറ്റിസൺ എന്നാണ് അർത്ഥം. സിറ്റിസന്റെ, അതായത് പൗരന്മാരുടെ പൗരസുരക്ഷാ സംഹിതയാണ്, സംഹിത നിയമമാണ്. ഇതും 2023 തന്നെയാണ് പാസ്സാക്കിയത്. ഇത് പാസ്സാക്കിയ തീയതിയും ഇത് എന്നു മുതൽ നടപ്പിലായി അതൊക്കെ നമ്മൾ വിശദീകരിക്കുന്നു, ഈ ക്ലാസ്സിൽ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ നിയമം ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത 2023. നമുക്ക് ഷോർട്ട് ഫോമിൽ അത് BNSS 2023 വായിക്കാം. BNSS അത് 2023 46-ാം നമ്പർ നിയമമായിട്ടാണ് നോട്ടിഫൈ ചെയ്തത്. ഈ നിയമം പാസ്സാക്കിയ വഴി 1973 നടപ്പിലായ ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ റിപ്പീൽ ചെയ്യുണ്ടായി, ക്യാൻസലായി. അടുത്ത മൂന്നാമത്തെ നിയമം ദ ഭാരതീയ സാക്ഷ്യ അധീനിയം 2023. ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 നടപ്പിലാക്കിയ ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട് അത് റദ്ദായി. അതായത് 151 വർഷം പഴക്കമുള്ള ഇന്ത്യൻ എവിഡൻസ് ആക്ട് ആണ്. CRPC അല്ലെ ക്രിമിനൽ പ്രൊസീജിയർ കോഡ് 50 വർഷത്തോളം പഴക്കമുണ്ട്.
ഇന്ത്യൻ പീനൽ കോഡ് ഏതാണ്ട് 162 വർഷം പഴക്കമുള്ളതാണ്. ഭാരതീയ സാക്ഷ്യാധീനിയവും ഇന്ത്യൻ എവിഡൻസ് ആക്ട് 1872 ബ്രിട്ടീഷ് പീരീഡിലുള്ള നിയമമാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ പീനൽ കോഡ് 1860 ബ്രിട്ടീഷ് നിയമമാണ്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2073 നമ്മൾ പഴയ ഒരു നിയമം റിപ്പീൽ ചെയ്തിട്ട് വരുത്തിയിട്ടുള്ളതാണ്. എന്നാലും 50 വർഷം പഴക്കമുണ്ട് അതിന്. ഇന്ത്യൻ പീനൽ കോഡിന് 162 വർഷം പഴക്കമുണ്ട്. അതുപോലെ ഭാരതീയ ഇന്ത്യൻ എവിഡൻസ് ആക്ടിനോ 151 വർഷം പഴക്കമുണ്ട്. അപ്പൊ ആ 3 നിയമങ്ങളും റദ്ദാവുകയുണ്ടായി. അതെല്ലാം 1/7/2024 മുതലാണ്. ഭാരതീയ ന്യായ സംഹിത 2023. ആ ഫുൾ നെയിം ഒന്ന് ശ്രദ്ധിച്ചു, സ്പെല്ലിംഗ് ഉൾപ്പെടെ. ദ ഭാരതീയ ന്യായ സംഹിത 2023. BHARATIYA ആണ്. ഭാരതീയ നീതിയാണ്. സംഹിത എന്ന് പറയുന്ന നിയമമാണ്, കോഡ് 2023. അതിന്റെ നമ്പർ 45/2023 ആണ്. പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കും. ആക്ട് നമ്പർ എത്രയാണ്? 45/2023 ആണ്. 2023 45 നിയമമാണ്. ദാറ്റ് റീപ്ലേസ്ഡ് ഓർ റിപ്പീൽഡ് ഇത് ഇന്ത്യൻ പീനൽ കോഡ് 1860. 45/1860 ആയിരുന്നു. അതിന്റെ നമ്പർ 45 ആണ്. അത് 1860 ബ്രിട്ടീഷ് ഗവൺമെന്റ് പാസ്സാക്കിയതാണ്, ബ്രിട്ടീഷ് ഭരണാധികാരികൾ. രണ്ടാമത്തെ നിയമം ദ നാഗരിക് സുരക്ഷാ സംഹിത 2023. എൻ്റെ ഇമേജ് ഷെയർ ചെയ്തിരിക്കുന്നത് അത് വ്യക്തമായിട്ട് എൻ്റെ മനസ്സിൽ പതിയണം നമുക്ക് ഓരോരുത്തരുടെയും. ദ ഭാരതീയ ഒരു സെക്കൻഡ്, നാഗരിക് സുരക്ഷാ സംഹിത. നാഗരിക് എന്ന് പറഞ്ഞാൽ സിറ്റിസൺ എന്നാണ്. സിറ്റിസൺസ് സുരക്ഷയാണ്, പൗര സുരക്ഷാ സംഹിതയാണ്. അത് 2021 പാസ്സാക്കിയ രണ്ടാമത്തെ മേജർ ആക്ട് ആണ്. അതിന്റെ നമ്പർ തൊട്ടടുത്ത നമ്പറാണ് 46/2023 ആണ്. 46/2023 ആണ്. അത് റിപ്പീൽ ചെയ്തത് 1973 നിലവിൽ വന്ന ദ കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ ആണ്. ക്രിമിനൽ നടപടി ക്രമം, അതാണ് ആ നിയമമാണ് റിപ്പീലായത്. അടുത്ത മൂന്നാമത്തെ നിയമം ദ ഭാരതീയ സാക്ഷ്യ അധീനിയം. അധീനിയം എന്ന് പറഞ്ഞാൽ നിയമം എന്നാണ് അർത്ഥമാക്കുന്നത്. തെളിവ് നിയമമാണ്. എല്ലാത്തിനും ഭാരതത്തിന്റെ പേര് വന്നിട്ടുണ്ട് അല്ലേ. ദ ഭാരതീയ സാക്ഷ്യ അധീനിയം 2023. അത് നമ്പർ 47/2023 ആണ്. 1872 നിലവിൽ വന്ന ദ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, ഇന്ത്യൻ തെളിവ് നിയമം, അത് റദ്ദായി ഈ ആക്ട് പാസ്സാക്കിയതോടെ. അപ്പൊ ഇതാണ് 2023 ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ നിയമം, 3 നിയമങ്ങൾ. അപ്പൊ 2023 വർഷം ഇന്ത്യൻ നീതി വ്യവസ്ഥയെ സംബന്ധിച്ച്, നിയമ സംവിധാനത്തെ സംബന്ധിച്ചിട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. കാരണം ബ്രിട്ടീഷ് കാലത്ത് ഇന്ത്യയിൽ പാസ്സാക്കിയിട്ടുള്ള ആ നിയമങ്ങള്, 2 നിയമങ്ങൾ പൂർണ്ണമായും പൊളിച്ചെഴുതുകയുണ്ടായി. പ്രത്യക്ഷത്തില് വലിയ വ്യത്യാസമൊക്കെ ഇല്ലെന്ന് പലരും അഭിപ്രായപ്പെടുന്നുണ്ട്. പക്ഷെ നമ്മൾ പൂർണ്ണമായി പരിശോധിച്ചാൽ പല ഭാഗത്തും നല്ല വ്യത്യാസങ്ങളുണ്ട്. അപ്പൊ അതെന്തൊക്കെയാണെന്ന് വരുന്ന ക്ലാസ്സിൽ നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതിന്റെ ഒരു ടൈം ലൈൻ നമുക്കൊന്ന് നോക്കാം. ഇത് എന്നാണ് ലോക്സഭയിൽ അവതരിപ്പിക്കുന്നത്, അതുപോലെ തന്നെ ഏത് തീയതിയിലാണ് രാജ്യസഭ മുമ്പാകെ ഇത് വരുന്നത്, പ്രസിഡന്റ് എന്നാണ് അസന്റ് കൊടുക്കുന്നത്. നമ്മുടെ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാ 11/8/2023 ഈ 3 ബില്ലുകളും ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. 11/8/2023 അത് സബ്ജക്റ്റ് കമ്മിറ്റി വിടുകയും ചെയ്യുണ്ടായി. എന്നാൽ പിന്നീട് ആ നിയമം വിഡ്രോ ചെയ്തു. ഭാരത ന്യായ സംഹിത 2023, ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത 2023, ഭാരതീയ സാക്ഷ്യാധീനിയം 2023, അങ്ങനെ 3 ബില്ലുകളാണ് ലോക്സഭ മുമ്പാകെ 11/8/2023 അമിത്ഷാ അവതരിപ്പിച്ചത്. എന്നാൽ പിന്നീട് അത് സബ്ജക്റ്റ് കമ്മിറ്റിക്ക് വിടുകയും ചെയ്തു. എന്നാൽ അത് പിൻവലിക്കുകയും വീണ്ടും ഈ 3 ബില്ലുകളും 12/12/2023 ലോക്സഭയിൽ അവതരിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഇതിനെ പറയുന്നത്, അന്ന് ആ ബില്ലിന്റെ പേര്
ഭാരതീയ ന്യായ സെക്കൻഡ് സംഹിത 2023, ഭാരതീയ നാഗരിക് സെക്കൻഡ് സുരക്ഷാ സംഹിത 2023, അതുപോലെ സാക്ഷ്യാധീനിയും സെക്കൻഡ് സംഹിതയായിട്ടാണ് അവതരിപ്പിച്ചത്. കാരണം 11/8/2023 ബില്ല് അവതരിപ്പിച്ചിരുന്നു. അപ്പൊ ആ ബില്ലിന്റെ ഒക്കെ പേര് ഇങ്ങനെയായിരുന്നു, സെക്കൻഡ് സംഹിത എന്നായിരുന്നു. അപ്പോൾ ലോക്സഭ മുമ്പാകെ അത് അവതരിപ്പിച്ചത് ഏത് തീയതിയിലാണ്? 12/12/2023. അത് പരീക്ഷയ്ക്ക് ചോദിക്കാം. ബില്ല് അവതരിപ്പിച്ചതാരാണ്? ആഭ്യന്തരമന്ത്രി, ഹോം മിനിസ്റ്റർ അമിത്ഷായാണ്. ലോക്സഭ അത് പാസ്സാക്കിയത് 20/12/2023. ഇമ്പോർട്ടന്റ് ഡേറ്റ്. ഈ 3 ബിൽസ്, ഈ 3 ബില്ലുകളും, ഭാരതീയ ന്യായ സംഹിത ബില്ലും, ഭാരതീയ സുരക്ഷാ സംഹിത ബില്ലും, ഭാരതീയ സാക്ഷ്യാധീനിയം, ഈ 3 ബില്ലുകളും 20/12/2023 ലോക്സഭ പാസ്സാക്കി. ഏത് ദിവസമാണ് ലോക്സഭ പാസ്സാക്കിയത്? 20/12/2023. തൊട്ടടുത്ത ദിവസം തന്നെ രാജ്യസഭ മുമ്പാകെ വരികയും അതേ ദിവസം തന്നെ രാജ്യസഭ അത് പാസ്സാക്കിയുണ്ടായി. 21/12/2023 രാജ്യസഭ പാസ്സാക്കി. Then it was forwarded for the assent of Her Excellency the President of India, Srimati Draupadi Murmu. The president gave her assent into the 3 bills on 25th December 2023. Right? 25/12/2023 പ്രസിഡന്റ് അതിന് അസന്റ് കൊടുത്തു. അങ്ങനെ അത് നിയമമായി നോട്ടിഫൈ ചെയ്തു. അതേ ദിവസം തന്നെ നോട്ടിഫൈ ചെയ്തു, ഗസറ്റ് വിജ്ഞാപനം ചെയ്തു. അപ്പോൾ ലോക്സഭയിൽ ബില്ല് രണ്ടാമത് അവതരിപ്പിക്കുന്നത് 12/12/2023. ലോക്സഭ പാസ്സാക്കുന്നത് 20/12/2023. രാജ്യസഭ പാസ്സാക്കുന്നത് 21/12/2023. വളരെ സ്പീഡിലാണ് അല്ലേ? പ്രസിഡന്റിന്റെ അസന്റ് ലഭിക്കുന്നത് 25/12/2023. ഈ നിയമങ്ങളെല്ലാം നടപ്പിലായത് 1/7/2024 മുതലാണ്. നിയമങ്ങൾ നടപ്പിലായത് 1/7 ഈ 3 നിയമങ്ങളും 1/7/2024 മുതലാണ് കെയിം ഇൻ ടു ഫോഴ്സ്, കെയിം ഇൻ ടു ഓപ്പറേഷൻ. എന്നാൽ ഭാരതീയ ന്യായ സംഹിതയിൽ ഒരു സെക്ഷൻ നടപ്പിലാക്കിയില്ല. അത് സെക്ഷൻ 106 സബ്സെക്ഷൻ 2 ആണ്. അതൊഴിച്ചിട്ട് ബാക്കിയെല്ലാം ഭാരതീയ ന്യായ സംഹിതയിൽ 1/7/2024 മുതൽ നടപ്പിലായി. ഈ സെക്ഷൻ നമുക്ക് പരിചയപ്പെടാം. 23/2/2024 23/2/2024 നമ്മുടെ ഹോം മിനിസ്ട്രി ഒരു എക്സ്ട്രാ ഓർഡിനറി ഗസറ്റ് ആയിട്ട് പ്രസിദ്ധീകരിക്കുകയുണ്ടായി. അസാധാരണ ഗസറ്റ് നമ്പർ 811 ഏത് തീയതിയിലാണ് അത് ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്? 23/2/2024. അത് പ്രകാരം 1/7/2004 മുതൽ ഈ നിയമങ്ങൾ ഇന്ത്യ മൊത്തത്തിൽ നടപ്പിലായി 1/7/2024 മുതൽ. അപ്പൊ ഈ തീയതികളെല്ലാം പരീക്ഷയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിപ്പോഴേ റവന്യൂ ടെസ്റ്റിനായാലും മറ്റ് ക്രിമിനൽ ജുഡീഷ്യൽ ടെസ്റ്റിനായാലും മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ടെസ്റ്റിനായാലും PSCയുടെ പരീക്ഷകൾക്കായാലും സിവിൽ പോലീസ് ഓഫീസർ, CPO, അതുപോലെ സബ് ഇൻസ്പെക്ടർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ ആ പരീക്ഷകൾക്കെല്ലാം തന്നെ ഈ തീയതികൾ ചോദിക്കാം. അപ്പൊ ഒന്നുകൂടി ഒന്ന് ഓർക്കാം. ലോക്സഭ പാസ്സാക്കിയത് 12/12/2023. മറക്കില്ലല്ലോ. ലോക്സഭയിൽ അവതരിപ്പിച്ചത് രണ്ടാമത്തെ ബില്ല്. ലോക്സഭ പാസ്സാക്കിയത് 20/12. രാജ്യസഭ പാസ്സാക്കിയത് 21/12. പ്രസിഡന്റിന്റെ അസന്റ് ലഭിച്ചത് 25/12/2023. നിയമം നോട്ടിഫൈ ചെയ്തത് 25/12/2023 തന്നെ നോട്ടിഫൈ ചെയ്തു. എന്നാൽ 1/7/2024 മുതൽ നടപ്പിലാകും എന്ന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ 23/2/2024 അടുത്ത് നമ്മളിനി ഭാരതീയ ന്യായ സംഹിത ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. നമ്മളിപ്പോൾ ആദ്യം അതാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകളോടൊപ്പം തന്നെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിതയുടെ ക്ലാസ്സുകൾ ഉണ്ടാവും, ഭാരതീയ സാക്ഷ്യ അധീനത്തിന്റെയും ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ ബെയർ ആക്ട് എക്സ്പ്ലനേഷൻ ആണ് കൂടുതലായി ചെയ്യുന്നത്. അതുപോലെ തന്നെ മുൻ വർഷങ്ങളിൽ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഓരോ ചാപ്റ്ററിലെയും നമ്മൾ ഡിസ്കസ് ചെയ്യും. കാരണം മുൻപുണ്ടായിരുന്ന നിയമം അതായത് IPCയിൽ ഏതൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഈ നിയമത്തിൽ വലിയൊരു മാറ്റം അതിൻ്റെ ടെർമിനോളജിയിൽ വന്നിട്ടില്ല.
അത് ലാംഗ്വേജിൽ മാത്രമല്ല പഴയ നിയമങ്ങൾ ഒരു 90% നിലനിർത്തിയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കാം. അതുകൊണ്ട് ഇന്ത്യൻ പീനൽ കോഡിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയും അതേ മോഡലിൽ ഭാരതീയ ന്യായ സംഹിതയിലും ചോദിക്കാം. സോ ലെറ്റ്സ് ബിഗിൻ വിത്ത് ദ ഭാരതീയ ന്യായ സംഹിത 2023, ആക്ട് നമ്പർ 45 ഓഫ് 2023 that repealed, cancelled, അസാധുവാക്കി ദ ഇന്ത്യൻ പീനൽ കോഡ് 45 ഓഫ് 1860. യെസ്. അപ്പൊ നമ്മള് ഭാരതീയ ന്യായ സംഹിതയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇന്ത്യൻ പീനൽ കോഡിന്റെ ഒരു ബ്രീഫ് ഹിസ്റ്ററി ഒന്ന് മനസ്സിലാക്കാം. ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ലോ കമ്മീഷൻ നിയമിക്കുന്നത് 1883 ചാർട്ടർ ആക്ട് പ്രകാരമാണ്. ബ്രിട്ടീഷ് ഗവൺമെന്റ്, നിങ്ങൾക്ക് എവർക്കും അറിയാം 1883 ആക്ടിന്റെ പ്രത്യേകത എന്താണെന്ന്. അതായത് ബ്രിട്ടീഷ് കമ്പനികളിൽ നിശ്ചിതമായിരുന്ന അധികാരങ്ങളൊക്കെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞൊരു തസ്തിക സൃഷ്ടിച്ചിട്ട് ആ വ്യക്തിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ചെയ്തത്. പിന്നെ ഗവർണറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കൗൺസില്, ഒരു ലെജിസ്ലേറ്റീവ് കൗൺസില്, അതായത് പ്രോവിൻസ് ഗവൺമെന്റുകളൊക്കെ ഉണ്ടായിരുന്ന നിയമനിർമ്മാണത്തിലുള്ള അധികാരങ്ങളെല്ലാം എടുത്തു കളയുകയും ഒരു കേന്ദ്രീകൃതമായിട്ടുള്ള നിയമനിർമ്മാണം ഇന്ത്യയിൽ നടപ്പാക്കാൻ ശ്രമിച്ചത് 1833 ചാർട്ടർ ആക്ട് ആണ്. ഈ ആക്ടിന്റെ പ്രത്യേകതകളൊക്കെ ഓരോരുത്തർക്ക് അറിയാമല്ലോ, മിക്കവാറും എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ ഈ ആക്ടില് ഒരു ഗവർണറുടെ കൗൺസിലില് ഒരു ലോ മെമ്പറെ നിയമിക്കുന്നതിനുള്ള പ്രൊവിഷൻ ഉൾപ്പെടുത്തിയിരുന്നു. അതുപ്രകാരം ലോർഡ് മെക്കാളെ ലോ മെമ്പറായി നിയമിക്കപ്പെടുകയുണ്ടായി കേട്ടോ. ലോർഡ് മെക്കാളെ ബ്രിട്ടീഷ് ഗവർണർ ജനറൽ കൗൺസിലേക്ക് ഒരു ലോ മെമ്പർ, അങ്ങനെ ഒരു സംവിധാനം ചാർട്ടർ ആക്ട് 1883 പ്രൊവൈഡഡ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് എ ലോ കമ്മീഷൻ ഓൾസോ. അതുകൂടാതെ ചാർട്ടർ ആക്ട് ഒരു ലോ കമ്മീഷന്റെ നിയമനം അതിനുകൂടി വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പൊ ഈ ലോ മെമ്പറായിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് തോമസ് ബാബിംഗ്ടൺ മക്കാളെയാണ്. അത് 1834 അദ്ദേഹത്തെ ലോ മെമ്പറായിട്ട് കൗൺസിൽ നിയമിക്കുന്നത്. അപ്പൊ ഈ ആക്ട് പ്രകാരം ഒരു ലോ കമ്മീഷൻ കൂടി രൂപീകരിക്കുകയുണ്ടായി. അത് 1834 ഫസ്റ്റ് ലോ കമ്മീഷൻ ഇൻ ഇന്ത്യ. ഫസ്റ്റ് ലോ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ 1834 ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു ലോ കമ്മീഷൻ രൂപീകരിക്കുന്നത്. അതിലെ മെമ്പേഴ്സ് ഒന്ന് മക്കാള തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം തോമസ് ബാബിംഗ്ടൺ മക്കാളെ എന്നാണ്. അതുകൂടാതെ മറ്റു രണ്ട് മൂന്ന് മെമ്പേഴ്സ് ഉണ്ട്. സർ ജോൺ മക്ഫേഴ്സൺ മക്ലോയിഡ്, ജോർജ് വില്യം ആൻഡേഴ്സൺ ആൻഡ് എഫ് മില്ലറ്റ്, ഇവരൊക്കെയായിരുന്നു കമ്മീഷണേഴ്സ്. ഇതിന്റെ ഒരു ഹെഡായിട്ട് മക്കാള തന്നെയായിരുന്നു. ചെയർപേഴ്സൺ ഒന്നും ഡെസിഗ്നേറ്റ് ചെയ്തിട്ടില്ല, അങ്ങനെയൊന്നും ആ ചാർട്ടർ ആക്ട് പറയുന്നില്ല, കമ്മീഷനെ നിയമിച്ചാലും പറയുന്നില്ല. എന്നാൽ അദ്ദേഹമായിരുന്നു അതിലെ ലീഡർ തന്നെ. സോ അപ്പൊ അത് ഞാൻ ഇവിടെ നിന്ന് ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. ദ ചാർട്ടർ ആക്ട് 1833 the Charter Act 1833 provided for the appointment of a law commission for inquiring fully into and reporting on the state of laws in force in British India. എന്തിനു വേണ്ടിയാണ് കമ്മീഷൻ നിയമിച്ചത്? അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിലവിലുള്ള നിയമങ്ങളുടെ ഒരു അവസ്ഥ, അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായി അന്വേഷിക്കുന്നതിനും അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ്. എന്താ നീതി നിർവഹണം അങ്ങനെ നടപ്പാക്കണം. അതായത് ഇന്ത്യക്കാർക്ക് മൊത്തത്തിൽ ഒരു പുതിയ ശിക്ഷാ നിയമം തന്നെ നടപ്പാക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നതിന് വേണ്ടിയാണ് 1834 ലോ കമ്മീഷൻ നിയമിക്കുന്നത്. 1834 അക്കോർഡിംഗ്ലി ഇൻ 1834 ദ ഫസ്റ്റ് ഇന്ത്യൻ ലോ കമ്മീഷൻ കംപ്രൈസിംഗ് തോമസ് ബാബിംഗ്ടൺ മക്കാളെ, ഫുൾ നെയിം തോമസ് ബാബിംഗ്ടൺ മക്കാളെ,
PSC ചിലപ്പോൾ അങ്ങനെ ചോദിച്ചേക്കാം. കേരള ഹൈക്കോടതിയൊക്കെ അങ്ങനെ ചോദിക്കാറുണ്ട്. ചില ഇങ്ങനെയുള്ള ജൂറിസ്റ്റുകളുടെയൊക്കെ ഫുൾ നെയിം ചോദിച്ചേക്കാം. തോമസ് ബാബിംഗ്ടൺ മക്കോളെ, സർ ജോൺ മക്ഫേഴ്സൺ മക്ലോയിഡ്, ജോർജ് വില്യം ആൻഡേഴ്സൺ ആൻഡ് F. മില്ലറ്റ് ആസ് കമ്മീഷണേഴ്സ്. ലോ കമ്മീഷൻ കമ്മീഷണേഴ്സ് ആരൊക്കെയാണ്? ഒന്ന് തോമസ് ബാബിംഗ്ടൺ മക്കോളെ, സർ ജോൺ മക്ഫേഴ്സൺ മക്ലോയിഡ്, ജോർജ് വില്യം ആൻഡേഴ്സൺ ആൻഡ് F. മില്ലറ്റ്. അങ്ങനെ ലോ കമ്മീഷൻ രൂപീകരിക്കുകയുണ്ടായി. 1834. Then in 1834-36, the Law Commission under the Macaulay supervision prepared the draft penal code. Indian penal code draft തയ്യാറാക്കി. 1834 നിയമിക്കപ്പെട്ടു. 36 കൂടി 2 വർഷം കൊണ്ട് തന്നെ ഒരു പീനൽ കോഡിന്റെ ശിക്ഷാ നിയമത്തിന്റെ ഒരു ഡ്രാഫ്റ്റ് ലോ കമ്മീഷൻ തയ്യാറാക്കി. ആദ്യത്തെ ലോ കമ്മീഷനാണ്. ദ കമ്മീഷൻ on 2nd May 1837 submitted the draft penal code to the Governor General in Council. അന്ന് ഗവർണർ ജനറൽ ആണല്ലോ, ആ ഗവർണർ ജനറൽക്ക് ഇത് സമർപ്പിക്കപ്പെട്ടു. ഗവർണർ ജനറൽ on 5th June 1837 returned to the Law Commission with an order to get it printed under superintendence. ഇത് പ്രിന്റ് ചെയ്ത് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടു. 1837 സമർപ്പിച്ച പീനൽ കോഡ് അതിന്റെ പ്രിന്റ് എടുത്ത് ഹാജരാക്കാൻ ഗവർണർ ജനറൽ ആവശ്യപ്പെട്ടു. ഓൺ 14th October 1837, 14/10/1837 the Law Commission submitted the printed draft penal code. അത് പ്രിന്റ് ചെയ്ത് ഹാജരാക്കി. 1837 ഈ തീയതിക്കൊന്നും വലിയ പ്രസക്തി ഇല്ല. ഇറ്റ് ലോർഡ് ഓക്ലാൻഡ്, ദ ദെൻ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. അപ്പോൾ അന്നത്തെ ഗവർണർ ജനറൽ എന്ന് പറഞ്ഞാൽ ലോർഡ് ഓക്ലാൻഡ് ആയിരുന്നു. ദ ഡ്രാഫ്റ്റ് പീനൽ കോഡ് വാസ് റിവൈസ്ഡ് ക്ലോസ് ബൈ ക്ലോസ് ബൈ ദ കമ്മീഷണേഴ്സ്. അതിനുശേഷം 2 കമ്മീഷൻ മുമ്പാകെ ഇത് കമ്മീഷൻ ലോ കമ്മീഷൻ കൂടി ഇത് പരിഗണനയ്ക്ക് വന്നു കേട്ടോ. 2 ലോ കമ്മീഷൻ മുമ്പാകെ ഇത് പരിഗണനയ്ക്ക് വന്നു. അപ്പൊ ആദ്യത്തെ കമ്മീഷൻ വിട്ടു. ഈ ഗവർണർ ജനറൽ മറ്റൊരു കമ്മീഷന്റെ പരിഗണനയ്ക്ക് ഇത് വിട്ടു. ദ ഡ്രാഫ്റ്റ് പീനൽ കോഡ് വാസ് റിവൈസ്ഡ് ക്ലോസ് ബൈ ക്ലോസ് ബൈ ദ കമ്മീഷണേഴ്സ് ചാൾസ് ഹെ കാമറോൺ ആൻഡ് D. എലിയോട്ട്. They submitted their first report on 23rd July 1846. അങ്ങനെ രണ്ടാമത്തെ കമ്മീഷൻ ചില ഭേദഗതികളോടെ തന്നെ 1846 റിപ്പോർട്ട് ഫയൽ ചെയ്തു. അവർ രണ്ടാമത് റിപ്പോർട്ടോടെ ഫയൽ ചെയ്തു. These commissioners submitted their second and concluding report on 24th June 1847. 1834 ആദ്യത്തെ കമ്മീഷൻ. 34-36 വർഷം കൊണ്ട് അവരത് പൂർത്തിയാക്കി. 37 സമർപ്പിച്ചു. എന്നാൽ പിന്നീട് മറ്റൊരു കമ്മീഷന്റെ പരിഗണനയ്ക്ക് അത് വിട്ടു. അത് 1847 രണ്ടാമത്തെ കമ്മീഷൻ പുതിയ ഡ്രാഫ്റ്റ് അവതരിപ്പിച്ചു, സമർപ്പിക്കുകയുണ്ടായി. Then the draft penal code was done in 1851. 1851 it was referred to the judges of the Supreme Court. സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ആ 3 പ്രസിഡൻസീസ്, അതായത് കൽക്കട്ട, ചെന്നൈ, മുംബൈ, ഈ പ്രസിഡൻസികളിൽ സുപ്രീം കോടതി ഉണ്ടായിരുന്നു. അവിടുത്തെ ജഡ്ജിമാർക്ക് അയച്ചു കൊടുത്തു. ദെൻ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് മദ്രാസ് ആൻഡ് അതർ ജഡ്ജസ് ആൻഡ് ജൂറിസ്റ്റ് ഫോർ ദർ ഒപ്പീനിയൻ, അഭിപ്രായങ്ങൾ നേരിടുന്നതിന് വേണ്ടി. Then the code was sent to a committee consist of J.P. Grant. Sir, again another committee was formed. വീണ്ടും കോഡ് മൂന്നാമതൊരു കമ്മീഷൻ. അത് JP ഗ്രാൻഡും സർ ബാർണിസ് പീക്കോക്കും ഇത് ബ്രിട്ടീഷ് ഗവൺമെന്റ് മുൻകൈയെടുത്ത് നിയമിച്ച ഒരു കമ്മീഷനാണ്. ജെയിംസ് വില്യം കോൾവിലെ, D. എലിയോട്ട് ആൻഡ് UA മൊഫാർട്ട് വില്ലിസ് മൂന്നാമത്തെ കമ്മീഷൻ. ഈ പേരുകളൊന്നും ഓർക്കണമെന്നില്ല. അപ്പോൾ ഈ ഡ്രാഫ്റ്റ് ഒക്കെ വീണ്ടും ഇവരുടെ ഈ ഡ്രാഫ്റ്റ് ജഡ്ജിമാർക്ക് അയച്ചു കൊടുത്തു, അതുകൂടാതെ ജൂറിസ്റ്റുകൾക്ക് അയച്ചു കൊടുത്ത്, അഡ്വക്കേറ്റ് ജനറൽ അയച്ചു കൊടുത്ത്, അതുകൂടാതെ മൂന്നാമതൊരു കമ്മീഷന്റെ മുമ്പാകെ അത് പരിഗണനയ്ക്ക് വിട്ടു. അവർ ഒന്നുകൂടി പഠിക്കാൻ പറഞ്ഞു. ദ കമ്മിറ്റി ആഫ്റ്റർ ഇന്റൻസീവ് ഡെലിബറേഷൻസ് ഇൻ എ സീരീസ് ഓഫ് മീറ്റിംഗ്, ദ തേർഡ് commission law commission after intensive deliberations in a series of meetings decided to recommend to the Legislative Council that the penal code originally proposed by commissioners under Thomas Babington Macaulay should form
the basis of the system of penal law to be enacted in India. അപ്പോൾ മൂന്നാമത്തെ കമ്മീഷൻ എന്താണ് പറഞ്ഞത്? തോമസ് ബാബിംഗ്ടൺ മെക്കാളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സമർപ്പിക്കപ്പെട്ട ആ പീനൽ കോഡ് തന്നെ വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ തന്നെ അതിൽ നിന്ന് കൂടുതൽ വ്യതിചലിക്കാതെ അത് തന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇത് മെക്കാളയുടെ കോഡ് എന്നൊക്കെ അറിയപ്പെടുന്നത്. കാരണം മെക്കാളയുടെ ആ ലാംഗ്വേജും മെക്കാളയാണ് യഥാർത്ഥത്തിൽ ആ നിയമം ആദ്യമായിട്ട് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും അത് അവതരിപ്പിക്കുന്നതും. മാത്രമല്ല പുതിയ കമ്മീഷനുകളൊക്കെ വന്നെങ്കിലും അവർ കാര്യമായിട്ടുള്ള ഒരു മാറ്റം അതിൽ വരുത്തിയില്ല. ചില ഭേദഗതികളൊക്കെ ഉണ്ടായി. However, the committee considered all the suggestions and alterations which they incorporated the draft penal code. അതുപോലെ ജഡ്ജിമാർക്ക് അയച്ചു കൊടുത്ത്, അഡ്വക്കേറ്റ് ജനറൽ ജൂറിസ്റ്റുകൾക്കൊക്കെ അയച്ചു കൊടുത്ത് അവരുടെയൊക്കെ സജഷൻസും ഓൾട്ടറേഷൻസ് ഒക്കെ വരുത്തിയുണ്ടായി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഇന്റൻഡ് ടു റെക്കമെൻഡ് ഇനി സബ്സ്റ്റാൻഷ്യൽ ഓൾട്ടറേഷൻസ്. എന്നാൽ വളരെ നല്ല രീതിയിലുള്ള സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള വലിയ രീതിയിലുള്ള അവർ റെക്കമെൻഡ് ചെയ്തില്ല. in either the framework or phraseology of the original drafted by Lord Macaulay. ഈ മൂന്നാമത്തെ കമ്മീഷനും അല്ലെ കമ്മിറ്റിയും മക്കാളയുടെ നിയമത്തിന് അടിസ്ഥാനപരമായിട്ട് വലിയ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടായില്ല അല്ലേ. The final and revised penal code was prepared and brought it by J.P. Grant, Sir Barnes Peacock, Sir William Colville, D. Eliot and Sir Arthur Buller. ഇവരാണ് ഫൈനലായിട്ട് ഡ്രാഫ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതും റിവൈസ് ചെയ്യുന്നതും. അപ്പൊ ഇതൊന്നും നമുക്ക് പരീക്ഷയ്ക്ക് അങ്ങനെ ചോദിക്കത്തില്ല. പരീക്ഷയ്ക്ക് എപ്പോഴും മെക്കാളയുടെ കാര്യം ചോദിക്കുന്നത്. The revised penal code was read for the first time the Legislative Council of British India on 28th December 1856. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ആദ്യമായി വായിച്ചത് അല്ലെ അവതരിപ്പിച്ചത് 28/12/1856. 28/12/1856. അപ്പോൾ 1834 ആദ്യത്തെ കമ്മീഷനെ വയ്ക്കുന്നത്. ഇപ്പോഴ് ഒരു 34 54 22 വർഷം അതിന്റെ പഠനം, ഡ്രാഫ്റ്റിംഗ്, ചർച്ചകൾ അല്ലേ. അങ്ങനെ റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു കോഡ് ആദ്യമായി ലെജിസ്ലേറ്റീവ് കൗൺസിൽ വരുന്നത് 28/12/1856. It was read a second time on 3rd January 1857. 1857 ജനുവരി 3-ാം തീയതി അത് വീണ്ടും ലെജിസ്ലേറ്റീവ് കൗൺസിൽ വായിക്കുകയുണ്ടായി. The Indian Penal Code Bill after its second reading was published. രണ്ടാമത്തെ വായനയ്ക്ക് ശേഷം അത് പബ്ലിഷ് ചെയ്തു, അംഗീകരിക്കപ്പെട്ടു, പബ്ലിഷ് ചെയ്തു. അത് സപ്ലിമെന്ററി ഗസറ്റ് ആയിട്ട് 1857 ജനുവരി 21, 24, 28 തീയതികളിലാണ് കൊൽക്കത്ത സപ്ലിമെന്ററി ഗസറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഇറ്റ് വാസ് ദെൻ പാസ്ഡ് ബൈ ദ ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആൻഡ് റിസീവ്ഡ് ദ അസെന്റ് ഓഫ് ദ ഗവർണർ ജനറൽ ഇൻ കൗൺസിൽ. അപ്പം ആദ്യം ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിച്ചു, അതിനുശേഷമാണ് ലെജിസ്ലേറ്റീവ് കൗൺസിൽ ഇത് പാസ്സാക്കുന്നത്. അതുകൂടാതെ ഗവർണർ ജനറലുടെ അനുമതിയും കിട്ടുകയുണ്ടായി. അത് 6/8/1860 അപ്പോൾ ഈ നിയമം പാസ്സാക്കിയത്. ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത് ഏത് വർഷം? ഇന്ത്യൻ പീനൽ കോഡ് പാസ്സാക്കിയത് 1860 ഒക്ടോബർ 6-ാം തീയതി. അങ്ങനെ പരീക്ഷയ്ക്ക് ചോദിക്കാം. 1860 ഒക്ടോബർ 6-ാം തീയതിയാണ്. നമ്മൾ ആക്ട് എടുത്ത് വായിച്ചാൽ തന്നെ ആ തീയതിയൊക്കെ ആക്ടിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ ആക്ടിൽ ആദ്യം തന്നെ എഴുതും. അതിന്റെ ആ ഇൻട്രോഡക്ടറി തന്നെ പറയുന്നുണ്ട്. അതായത് ഇന്ത്യൻ പീനൽ കോഡ് ആക്ട് നമ്പർ 45 ഓഫ് 1860 പാസാക്കിയ വർഷം, തീയതി 6/10/1860. 6/10/1860 നിയമമാണ്. റിമെമ്പർ, 6/10/1860 ഇന്ത്യൻ പീനൽ കോഡ് നിയമമായിട്ട് മാറുന്നത്. അത് 1/5/1861 മുതൽ പ്രാബല്യത്തിൽ വരണമെന്നാണ് ഷെഡ്യൂൾ ചെയ്തിരുന്നത്. ഇറ്റ് വാസ് പബ്ലിഷ് ഇൻ ദ കൊൽക്കത്ത ഗസറ്റ് ഓൺ 13, 17 and 20 ഒക്ടോബർ 1860 അത് പബ്ലിഷ് ഉണ്ടായി. വീണ്ടും ആ നിയമം പബ്ലിഷ് ചെയ്തു. However, the date of its enforcement with a view to enabling the people, the judges and administrators to know the provisions of the Indian Penal Code was deferred till 1st January
1862. അപ്പോൾ ഇന്ത്യൻ പീനൽ കോഡ് നിലവിൽ വന്നത്, ചോദിക്കാം, വീണ്ടും ചോദിക്കാം, അതായത് ആക്ട് പാസ്സാക്കിയത് 6/10/1860 എന്നാൽ ഇന്ത്യൻ പീനൽ കോഡ് നടപ്പിലായത് 1/1/1862 കേട്ടോ. 1/1/1862 അത് എൻഫോഴ്സ് ആയത്. അപ്പൊ ഇത് 1860 നിയമമാണ്. ആ നിയമമാണ് 2023 പാർലമെന്റ് റിപ്പീറ്റ് ചെയ്തത്, മറ്റൊരു നിയമം പാസ്സാക്കിക്കൊണ്ട്, ഭാരതീയ ന്യായ സംഹിത അല്ലേ. ദസ് ഇറ്റ് ഈസ് എവിഡന്റ് ദാറ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860, which is an outcome of a vision and laborious efforts about 3 decades, 3 ദശകങ്ങൾ തന്നെ കഠിനമായ അധ്വാനത്തിന്റെ ബലമാണ്, നല്ല കാഴ്ചപ്പാടിന്റെ ബലമാണ്. കാരണം അതിനു മുമ്പ് ഇന്ത്യയിൽ നിലവിലിരുന്ന നിയമങ്ങളൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. അപ്പൊ അതെല്ലാം ഒന്ന് പൊളിച്ചെഴുതി ഒരു ഏകീകൃതമായിട്ടുള്ള ശിക്ഷാ നിയമം നടപ്പാക്കുകയുണ്ടായി. 1834 തുടങ്ങി 1860 ആ യാത്ര അവസാനിച്ചു. ലോ കമ്മീഷണേഴ്സിന്റെ പ്രയത്നമാണ്, പർട്ടിക്കുലർലി ലോർഡ് തോമസ് ബാബിംഗ്ടൺ മക്കാളെ, ദ മെയിൻ ആർക്കിടെക്ട് ഓഫ് ദ കോഡ്, emerged as a codified and then prevailing English criminal law. യെസ്, അപ്പോഴ് ഇത് പാസ്സാക്കിയ സമയത്ത് IPC-ല് 488 സെക്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഫസ്റ്റില് at the time of enactment IPC consisted of how many sections? 488 സെക്ഷൻസും 23 ചാപ്റ്റേഴ്സും ആയിരുന്നു കേട്ടോ. 23 ചാപ്റ്റേഴ്സ് ആയിരുന്നു, 488 സെക്ഷൻസ് ആയിരുന്നു. അതായത് ഒരു 79 തവണയെങ്കിലും ഈ ആക്ട് അമെൻഡ് ചെയ്യുണ്ടായി. അവസാനത്തെ അമെൻമെന്റ് 2019 ജമ്മു കാശ്മീർ റീഓർഗനൈസേഷൻ വന്നപ്പോൾ, ജമ്മു കാശ്മീരിന്റെ പദവി എടുത്ത് കളഞ്ഞപ്പോൾ ജമ്മു കാശ്മീരിനും കൂടെ ബാധകമാക്കുകയുണ്ടായി. അത് 34/2019, 31/10/2019 മുതലാണ് ജമ്മു കാശ്മീരിനെ ബാധകമാക്കിയത്. 31/10/2019 മുതലാണ് ഇന്ത്യൻ പീനൽ കോഡ് ജമ്മു കാശ്മീരോട് ബാധകമാക്കിയത്. അതായത് ആദ്യം പീനൽ കോഡിൽ അങ്ങനെ പറഞ്ഞിരുന്നത്, this act shall come into force, come into effect, will be in force in India except the state of Jammu and Kashmir എന്നായിരുന്നു. അത് 2019 34/2019 എന്നൊരു ആക്ട് വഴി 31/10/2019 മുതൽ ഇന്ത്യ പത്രത്തിൽ ബാധകമാക്കി ഇന്ത്യൻ പീനൽ കോഡ്. അപ്പോൾ ആദ്യം ഈ ആക്ട് പാസ്സാക്കിയപ്പോൾ 488 സെക്ഷൻസ് ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡിലുള്ളത്, 23 ചാപ്റ്റേഴ്സും ആയിരുന്നു. 488 സെക്ഷൻസും 23 ചാപ്റ്റേഴ്സും ആയിരുന്നു. എന്നാൽ പിന്നീട് അമെൻമെന്റ് വന്നുകൊണ്ടായി, പല ചട്ടങ്ങളും ഡിലീറ്റ് ചെയ്തു, ധാരാളം ചട്ടങ്ങൾ പുതുതായിട്ട് വന്നു, പല ചട്ടങ്ങളും ഡിലീറ്റ് ചെയ്യുണ്ടായി. കാലാകാലങ്ങളിൽ ഒരു 79 അമെൻമെന്റ്സ് വരെ വന്നിട്ടുണ്ട് ക്രിമിനൽ ലോസിന്. ഇപ്പോഴ് ഇത് റിപ്പീൽ ചെയ്ത സമയത്ത് 511 സെക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യൻ പീനൽ കോഡിന്റെ സെക്ഷൻസ് പറയായിരുന്നു 511 26 ചാപ്റ്റേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞാല്, അതായത് ലാസ്റ്റ് ചാപ്റ്റർ നമ്പർ ഇപ്പോഴും 23 തന്നെയാണ്. പക്ഷേ ചാപ്റ്റർ 5 താഴെ 5A എന്നും പറഞ്ഞ ചാപ്റ്റർ എഴുതി ചേർത്തു. 9 താഴെ 9A എന്നും പറഞ്ഞൊരു പുതിയ ചാപ്റ്റർ ചേർത്തു. 20 താഴെ 20A. അങ്ങനെ നോക്കുമ്പോൾ 26 ചാപ്റ്റേഴ്സ് ഉണ്ട് കേട്ടോ. There have been 79 amendments acts till 2019 pertaining to this penal code. അപ്പോൾ നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിൽ BNSന്റെ കീ ഫീച്ചേഴ്സ് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ക്ലാസ് മുതൽ BNS നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു ഡിസ്കഷൻ നടത്തിയത് ഇന്ത്യൻ പീനൽ കോഡിന്റെ ഒരു ടൈം ലൈനിലാണ്. അപ്പോൾ അടുത്ത ക്ലാസ്, ഈ ക്ലാസ് പൂർണ്ണമായിട്ടും എല്ലാവരും കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് എത്രയും വേഗം ഞാൻ റെക്കോർഡ് ചെയ്ത് തരുന്നതാണ്. താങ്ക് യു ആൾ, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഡിസ്കഷന് നമ്മളിവിടെ നിന്ന് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ.